ഡേയിച്ചുപോടാ. ഡേയ് നമ്പർ അടിക്ക് അയച്ചു പോ. അല്ലേ നമ്മടത്തെ ചേട്ടാ ചേട്ടായി എഴുന്നേറ്റ് പോടാ. ചേട്ടാ മാമ ചേട്ടാ ചേട്ടാ പൊക്കോ. അണ്ണാ ചേട്ടാ അളിയാ ചേട്ടോ ചേട്ടോ എനിക്ക് ചേട്ടാ ചേട്ടാ എണീക്കുന്നില്ലല്ലോ. ചേട്ടാ പൈസ തിരിച്ചു തരണ്ട. ചേട്ടാ പൊക്കോ, ഞങ്ങക്ക് പരാതിയില്ല. ചേട്ടാ അളിയാ ഒറ്റയടിക്ക് അടിച്ചുറക്കിയ അടിച്ചേ. ഞാൻ തോണ്ടിയുള്ളൂ. തോണ്ടി അളിയന്റെ തോണ്ടല്. ചേട്ടാ ചേട്ടോ പോയി. എടാ ഞാൻ ഇങ്ങനെ ആക്കിയതുള്ളൂ. എങ്ങനെ ശക്തി അറിഞ്ഞൂടാ. അങ്ങനെ ആക്കിയാ മതി. തീന്ന് ഈ കൈക്ക് ഇത്ര പവറാ. ചേട്ടാ എഴുന്നേറ്റപ്പോ. ചേട്ടാ 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 ഒന്നുമില്ല എനിക്ക്. മോനെ എഴുന്നേറ്റ് പോ. ചേട്ടാ നമ്മളെ പാമ്പിടിച്ച അളിയൻ ജസ്റ്റ് ഒന്ന് തൊട്ടതേ ഉള്ളൂ. അളിയന് ഭാര്യയും മക്കളും ഒക്കെ. ചേട്ടാ ചേട്ടാ പ്ലീസ് ചേട്ടാ എനിക്ക് ചേട്ടാ ഒരു ഭാര്യയും കുഞ്ഞും ഉള്ള ചേട്ടാ. ചേട്ടാ പുതുപ്പടം പ്രദീപ് പ്രമാണി എനിക്കറിഞ്ഞൂടാ. ഞാൻ പോവാ. ഇതിനെടുക്ക് മൊത്തോണ്ട് കിടത്താം. എനിക്കറിഞ്ഞൂടാ. പോയിട്ട് സംസാരിക്കാം. ടെൻഷനൊന്നും പാടില്ല. ചിരിക്ക് ചിരിക്ക് ചിരിക്ക്. സൂപ്പർ. ചിരിക്കാൻ ചിരിക്ക്. ആ കൊള്ളാം. ഒരു റൈസൈഡ് ഹാൻഡിലേ ചിരിച്ച് ചിരിച്ചോണ്ട് അവിടെ കമ്പം പോലും ഇവിടെ വെച്ചോട്ട്. ഉറക്കെ വിളിക്കുക, ഒന്നുകൂടെ നോക്ക്. ആ അങ്ങനെ അങ്ങനെ വിടും. അല്ല കേശു എവിടെ? ഏതോ കുഴപ്പക്കാരനെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അയാൾ ഓടിപ്പോയി. അതെന്താ കള്ളനാണോ? ആണെന്ന് തോന്നുന്നു, അറിഞ്ഞൂടാ. അല്ല കനകത്തിന്റെ മുഖം എന്താ ഒരുമാതിരി ഇരിക്കുന്നേ? நான் நல்லா தான் இருக்கேன். உங்களுக்கு டீ காஃபி ஜூஸ் ஏதாவது வேணுமா? ഒന്നും വേണ്ട ഒന്നും വേണ്ട വേണ്ട. കേശു സിദ്ധു എവിടെ? അവരപ്പുറത്തെങ്ങാണ്ട. നിങ്ങൾ പൊക്കോ. എന്തോ ചേട്ടമ്പാ. ചേട്ടാ എന്തൊരു അല്ല കേശു നീയല്ലേ പറഞ്ഞു ഇവിടെ ഏതോ കുഴപ്പക്കാരനെ പിടിച്ചു വെച്ചിട്ടുണ്ടെന്ന്. നമുക്കൊന്ന് വിടാൻ പറ്റുമോ? നമ്മുടെ വീട്ടിൽ വന്ന് വരുന്ന കുഴപ്പം കാണിച്ചിട്ട് തീർത്തേക്കണം. പിന്നല്ലാതെ ബാക്കി വരുന്നിടത്ത് വെച്ച് കാണും. അതെ തീർന്നു തോന്നണു. അല്ല തീർക്കാം. പക്ഷെ പോയി ഓടിപ്പോയി. ഓടിപ്പോയെന്ന്. അത് എങ്ങോട്ടാ പോയി ചേട്ടാ? അത് സംഭവം ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കിട്ട് വരാം. കുട്ടി പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. രണ്ടുപേരും വന്നേ. കറക്റ്റ് കാര്യം ഞാൻ പറഞ്ഞുതരാം. അതായത് വന്ന ആളെ പുള്ളി ഒറ്റ ഓട്ടമായിരുന്നു. മോനെ ഇനിയിപ്പോ എന്തോ ചെയ്യും? ലച്ചുവിനെ വിളിച്ച് പറഞ്ഞാലോ? ലച്ചുവിനെ വിളിച്ചൊന്നും പറയണ്ട. വെറുതെ എന്തിനാ അവളെ ടെൻഷൻ ആക്കണേ? സിദ്ധു നീ എപ്പടിപ്പാ இப்படி ടെൻഷൻ ഇല്ലാമ നിക്കற? ടെൻഷൻ ഇല്ലാതെ നിക്കണോ? കൈയും കാലും വിറച്ച് നിക്കുക. ഇനിയിപ്പോ എന്ത് ചെയ്യും? ഒരു കാര്യം ചെയ്യും, ഭാഗത്തോട്ട് പോകാം. വാ ചേച്ചി ആള് ശരിക്കും തീർന്നു കേട്ടാ. അയ്യോ മക്കളെ അങ്ങനൊന്നും പറയല്ലേ. മിണ്ടാണ്ടിരി. ചേച്ചി കരയും. എന്തോന്നും ചെയ്യാൻ വിളിച്ചു വരുത്തിയാ പോയി. ആരങ്ങോട്ട് പോയി മക്കളെ പോയി.
ചേട്ടാ എനിക്ക് ചേട്ടാ ചേട്ടാ ഒന്ന് എണ്ണീര്. അളിയാ ഒരു കാര്യം പറയാൻ പോവാണ്. അളിയൻ ടെൻഷൻ ആവേത്, സമാധാനത്തിൽ കേക്കണം. ആള് പോയി അടിച്ചു പോയി. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് അറിഞ്ഞൂടാ. അമ്മ ഞാനിപ്പോ എന്ത് ചെയ്യും? എനിക്ക് അറിഞ്ഞൂടാ. അമ്മ നെറ്റിസിന്റെ അടുത്ത് പറയണം ഞാൻ അവളെ പൊന്നുപോലെ സ്നേഹിക്കുന്നതെന്നുള്ള കാര്യം. മോനെ അതൊക്കെ എന്തിനാ ഇപ്പൊ ഇവിടെ പറയുന്നേ? ഞാനിപ്പോ പറയണ ഈ കാര്യങ്ങളൊക്കെ. എന്തോന്നളിയാ ടെൻഷനായിട്ടിരിക്കുന്നു, എന്താ ചെയ്യേണ്ടത് പറയാൻ പറ്റുന്നില്ല. സമാധാനിക്കളെ, സമാധാനിക്കാൻ നമുക്ക് നോക്കാം. സമാധാനിക്കും, നമുക്ക് എന്തെങ്കിലും വഴി കാണാം. ഞാൻ പറഞ്ഞു വിട്ടു അവരെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇതെന്തായി പോയാ? കേശുവേ, നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. പിന്നെ കിടക്കണേന്ന് എന്തുവാ? അല്ല, നമ്മള് നിയമം വിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് നിയമപരമായിട്ട് തന്നെ നേരിടാം. നിയമപരമായിട്ട് തന്നെ നേരിടാം. എങ്ങനെ? എന്തോന്നും ചെയ്യാടാ, എന്തെങ്കിലും വഴി പറഞ്ഞ നിനക്കാണല്ലോ കുരുട്ട് ബുദ്ധിയൊക്കെ ഉള്ളത്. പറ. ബോഡി ഒരു കാര്യം ചെയ്യാം, ലച്ചേച്ചി വിളിക്കാം. ലച്ചേച്ചി വിളിച്ചെങ്കിൽ വരുത്താളെ ഈ കാര്യമൊന്നും പറയണ്ട. അതാകുമ്പോ ആളെണ്ണം കൂടുമ്പോ ഒരു ബലമല്ലേ. ജീവിക്കട്ടെ നീ. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം, കുടുങ്ങുവാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് കൊടുക്കും. എന്റെ ശിവ ഒന്നും മിണ്ടാതെ നില്ലേ. ഇന്നും പുറ സത്യം പറയാണ്ടിരിക്കാൻ പറ്റുമോ മുമ്മേ? മോനെ, എന്തെങ്കിലും ഒരു വഴിയുണ്ടോ? അല്ല, വഴി എന്ന് പറയുമ്പോഴേ നമുക്കേ ഞാൻ പറയാം. നമുക്ക് പാറമണെ കൊണ്ട് കളഞ്ഞാലാ? സിനിമയിലൊക്കെ അങ്ങനെയാ. കൊച്ചാ, ഇത് പല്ലി പാറ്റിയൊന്നും അല്ല, പാറമണെ കൊണ്ട് കളയാനായിട്ട്. വേണ്ടെങ്കി വേണ്ട. നമുക്കേ ഒരു കാര്യം ചെയ്യാം, പോലീസിനെ വിളിക്കാം. എന്നിട്ട് പോലീസിനോട് നടന്ന കഥ എല്ലാം പറയാം. അളിയാ, പോലീസിനെ വിളിയടാ. അയ്യോ, പോലീസിനെ വിളിക്കണ്ട, ഞാൻ പൊട്ടുപോകും. വള്ളനെ കഞ്ഞോ ചത്തേണ്ടി ഇവനെയൊക്കെ ഉണ്ടല്ലോ. ഏ